യോഹന്നാൻ ഒരു വ്യക്തിയെ തടയുകയാണ്. കാരണം യേശുനാമത്തിൽ അവൻ അത്ഭുതങ്ങൾ ചെയ്തു. അവനോട് കൂടെ അനുഗമിക്കാൻ പറഞ്ഞപ്പോൾ അവൻ അനുഗമിച്ചില്ല. യേശു അതിന് ഉത്തരം പറഞ്ഞു, നമുക്കെതിരില്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. അവനെ തടയേണ്ട ആവശ്യമില്ല. നന്മ ചെയ്യാനും പ്രോത്സാഹനം കിട്ടാനും എനിക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് സ്വാർത്ഥത, അസൂയ നമുക്കുണ്ടാകില്ല. ഞാൻ മാത്രമേ നന്മ ചെയ്യാൻ പാടുള്ളൂ, പ്രോത്സാഹനമൊക്കെ എനിക്ക് കിട്ടണം, ബാക്കി ആർക്കും കിട്ടരുത്. അങ്ങനെ ഒരു അസൂയ നമുക്കുണ്ടാകില്ല. അത് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നന്മകൾ തടസ്സപ്പെടുമെന്നുള്ളതാണ്. അതുകൊണ്ട് ആരും നന്മ ചെയ്ത് കണ്ടാലും അവൻ്റെ കൂടെ നിന്ന് അവനെ പ്രോത്സാഹിപ്പിക്കാനുള്ള മനസ്സുണ്ട്. അവന് പ്രോത്സാഹനം കിട്ടുമ്പോൾ നമ്മളും കൂടെ നിന്ന് കൈയടിക്കാൻ, ആ സമയത്ത് അവനെ കുറ്റം പറയുകയോ അവന് വഴിചാരുകയല്ല ചെയ്യേണ്ടത്. കൂടെ നിന്ന് അവനെ പ്രോത്സാഹിപ്പിക്കാനുള്ള മനസ്സ് നമുക്ക് വേണം. ദൈവത്തിൻ്റെ കൂടെ നടന്നാൽ മാത്രം പോരാട്ടോ, ദൈവത്തിൻ്റെ മനോഭാവം കൂടി നമുക്കുണ്ടായാലാണ് ക്രിസ്തു ശിഷ്യനായിട്ട് മാറുകയുള്ളൂ. പ്രാർത്ഥിക്കാം.